അതിന്റെ ഫൈനൽ മത്സരം കഴിഞ്ഞിരിക്കുന്നു. വിയപുരം ചുണ്ടൻ ജേതാവായിരിക്കുന്നു. 2023 ജേതാവായ അതേ വിയപുരം ഒരിക്കൽ കൂടി കരുത്ത് കാട്ടുകയാണ്. കഴിഞ്ഞ തവണ 2024 ഫൈനൽ മത്സരത്തിൽ മൈക്രോ സെക്കൻഡിന് മാത്രം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി ഇപ്പോൾ വീണ്ടും നെഹ്റു ട്രോഫിയിൽ മുത്തമിടുമ്പോൾ എന്താണ് പവലിയനിൽ നിന്നും കൂട്ടിച്ചേർക്കാനുള്ളത് മനോജ്? അവിടെ സമ്മാനദാന ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോകുന്നു. അതിന്റെ തിക്കും തിരക്കുമാണ്. ആ പവലിയന്റെ ഒരു ഭാഗത്ത് വലിയ ആഘോഷം നടക്കുന്നത് കാണാൻ സാധിക്കും. വിയപുരത്തിന്റെ ആ കരയിൽ നിന്നുള്ള ആളുകൾ, കാരണം അവരുടെ അഭിമാനമായ ഒരു കരയുടെ അഭിമാനമായ വിയപുരം, വീരു എന്ന പേരിൽ അറിയപ്പെടുന്ന വിയപുരം ചുണ്ടൻ 2023 ആദ്യമായി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുന്നത്. അന്ന് വീരുവിന്റെ വീരകഥകൾ കേരളമാകെ കേട്ടതാണ്. എന്നാൽ 2024 എത്തുമ്പോൾ ജലരാജാവെന്ന് നാം വിശേഷിപ്പിക്കുന്ന, ജലചക്രവർത്തി എന്ന് നാം വിശേഷിപ്പിക്കുന്ന കാരിച്ചാലിന്റെ അപ്രമാദിത്യം 2024 നമ്മൾ കണ്ടു. 16 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട, 2 ഹാട്രിക് അടക്കം 16 തവണ വിജയിച്ച കാരിച്ചാലിന്റെ മേധാവിത്വം പക്ഷേ 2025 ഈ നെഹ്റു ട്രോഫിയിൽ നമ്മൾ കാണുന്നില്ല. ഹീറ്റ്സ് മത്സരത്തിൽ തന്നെ കാരിച്ചാൽ പുറത്താവുകയാണ്. 2023 വിജയി വിയപുരം ചുണ്ടൻ ഒരിക്കൽ കൂടി നെഹ്റു ട്രോഫിയിൽ അപ്രമാദിത്യം നേടുമ്പോൾ ക്ലബ്ബുകളിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിക്കാണ് ഈ തവണ ആഘോഷിക്കുവാൻ ഉള്ളത്. കാരണം ആദ്യമായി വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി നെഹ്റു ട്രോഫിയിൽ മുത്തമിടുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ നെഹ്റുവിന്റെ പേരിലുള്ള ഈ ട്രോഫി വിയപുരത്തിന്റെയും അതോടൊപ്പം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെയും ക്യാപ്റ്റൻ അടങ്ങുന്ന ആ ടീമിന് കൈമാറും. ഇപ്പോൾ അതിന് മുന്നോടിയായുള്ള വലിയ ആഘോഷം ആ പവലിയനിൽ നമുക്ക് കാണാൻ സാധിക്കും. മനോജ് അവിടെ നിന്ന് തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഈ സമ്മാനദാന ചടങ്ങിന്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. നമുക്കറിയാം, നെഹ്റു ട്രോഫി എന്ന് പറയുമ്പോൾ കിഴക്കിൻ്റെ വിന്നിസ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം വിശേഷിപ്പിക്കുന്ന കേരളത്തിലെ കിഴക്കിൻ്റെ വിന്നിസ് എന്ന് അറിയപ്പെടുന്ന ആലപ്പുഴയിലെ പുന്നമടയുടെ ഹൃദയഭാഗത്താണ് ഈ വള്ളംകളി നടക്കുന്നത്. സാധാരണയായി ഓഗസ്റ്റ് മാസത്തിലെ 2ാമത്തെ ശനിയാഴ്ചകളിലാണ് ഈ നെഹ്റു ട്രോഫി നടന്നിരുന്നതെങ്കിൽ 2020 2021 പ്രളയം ഉൾപ്പെടെയുള്ള പല കാരണങ്ങളാൽ ഈ വള്ളംകളി തടസ്സപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ഏതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു ശനിയാഴ്ച ദിവസം തെരഞ്ഞെടുത്തുകൊണ്ടാണ് ഇപ്പോൾ നെഹ്റു ട്രോഫി നടക്കാറുള്ളത്. ഏതായാലും 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയും വളരെ പ്രൗഢഗംഭീരമായി തന്നെ നടന്നിരിക്കുന്നു. വീറോടുകൂടിയുള്ള ഫൈനൽ മത്സരത്തിൽ വിയപുരം ജലരാജാവായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഇരട്ടി ഹാട്രിക് ഈ ഫൈനലിൽ ലഭിക്കുമോ എന്നത് സംബന്ധിച്ചുള്ള വലിയ ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്നാൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന്റെ അപ്രമാദിത്യം അവസാനിപ്പിച്ചുകൊണ്ടാണ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരി ഈ തവണ നെഹ്റു ട്രോഫിയിൽ കന്നിമുത്തമിട്ടിരിക്കുന്നത്. മനോജ് നെഹ്റു പവലിയനിൽ നിന്നും ചേരുകയാണ്. മനോജ്, എത്രത്തോളം വലിയ ആവേശമാണ് അവിടെ കാണാൻ കഴിയുന്നത്? ഈ വിയപുരത്തിൽ നിന്നുള്ള ആ കരയുടെ ആളുകൾ, അതോടൊപ്പം തന്നെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ ആളുകളുമെല്ലാം അവിടെ നൃത്തം ചെയ്യുന്നതും അവരുടെ ഒരു ആവേശമൊക്കെ നമുക്ക് ഈ ക്യാമറയിലൂടെ കാണാൻ കഴിയുന്നുണ്ട്. പറയൂ മനോജ്. തീർച്ചയായും വലിയ ആവേശം തന്നെയാണ് ജലരാജാവായി വിയപുരം ചുണ്ടൻ. അത് തന്നെയാണ് എല്ലാവരും കാത്തിരുന്ന, കരക്കാരൊക്കെ കാത്തിരുന്ന ആ കാര്യം, അത് ആ വിജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് നമ്മളോടൊപ്പമുള്ളത് വിയപുരം ചുണ്ടന്റെ രക്ഷാധികാരി തന്നെയാണ്, ആ ബോട്ട് ക്ലബിന്റെ ചേട്ടനാണ്. ചേട്ടാ, എത്രത്തോളം സന്തോഷമുണ്ട്, ആവേശമുണ്ട്? സന്തോഷം വാനോളമുണ്ട്. കഴിഞ്ഞ തവണത്തെ നല്ലൊരു പ്രതികാരം ഞങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയി ഞങ്ങളുടെ അടുത്തുള്ള കപ്പാണത്. ആ കപ്പ് ഞങ്ങളുടെ വ്യക്തമായ ലീഡോടുകൂടി, നിസ്സാരമല്ല, വ്യക്തമായ ലീഡോടുകൂടി ഞങ്ങൾ ആ കപ്പ് തിരികെ എടുത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഞങ്ങളുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗിരിയുടെ കഠിന അധ്വാനം കൊണ്ടാണ് ഞങ്ങൾക്ക് നേടിത്തന്നത്. ഞങ്ങളുടെ വിജയം വളരെ സുരക്ഷിതമായ വിജയമാണ്, വളരെ വിജയമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വില്ലേജ് ബോട്ട് ക്ലബ് ശക്തമായ നിലയിൽ ഞങ്ങൾ പറഞ്ഞു ഈ കപ്പ് ഈ പ്രാവശ്യം നമ്മളതാണെന്ന്. നമ്മൾ എടുത്തിരിക്കും, വ്യക്തമായ ലീഡോടുകൂടി എടുക്കുമെന്ന് പറഞ്ഞു. ആ ലീഡോട് നമ്മൾ എടുത്തിരിക്കുകയാണ്. രണ്ടാമത് ഞങ്ങളുടെ പ്രവാസികൾ